ഓണക്കാലത്ത് ഒരു കർഷകന്റെ കണ്ണീരാണ് നമ്മൾ ഈ കാണുന്നത്. ഓണവിപണി പ്രതീക്ഷിച്ച് നട്ട വാഴക്കൃഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് പ്രകൃതിക്ഷോഭത്തിൽ, അതായത് വെള്ളപ്പൊക്കത്തിലോ കാറ്റടിച്ചുണ്ടായ നഷ്ടമല്ല. പകരം കുളത്തമണ്ണിൽ ഇന്നലെ രാത്രി കാട്ടാന കൂട്ടമായി എത്തി നശിപ്പിച്ച ഒരു കൃഷിത്തോട്ടത്തിന്റെ ദൃശ്യങ്ങളാണ്. കർഷകനായ ചേട്ടനോട് ചോദിക്കാം, ചേട്ടാ ഇത് ഇന്നലെയാണോ സംഭവിച്ചത്? ഇന്നലെയും 2 ദിവസം മുമ്പും. ഓണം പ്രതീക്ഷ നടത്തിയ കൃഷിയായിരിക്കുമല്ലേ? അതെ, എല്ലാം പോയി. പോയി. ഇവിടെ പ്രദേശത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് നാട്ടുകാട് നേതൃത്വത്തിൽ. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഒരു വലിയ നഷ്ടമാണ്. നമ്മൾ പറയരുത്, ഈ കാറ്റടിച്ചു പോയതൊന്നുമല്ല, കർഷകന്റെ അധ്വാനമാണ്, കണ്ണീരാണ് ഇപ്പോൾ കാണുന്നത്. വലിയ നഷ്ടമാണ് കൃഷിക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത്. മെനഞ്ഞാന്നും ആന ഇറങ്ങി കുറേ നശിപ്പിച്ച്. അന്നേരം സ്വാഭാവികമായിട്ടും ഇന്നലെ അതിനുള്ള കരുതൽ ഫോറസ്റ്റുകാരെടുക്കേണ്ടതാണ്. യാതൊരു കരുതലും ഫോറസ്റ്റുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. ഈ പാവപ്പെട്ട കൃഷിക്കാർ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് അവർ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം. അതുപോലെ നഷ്ടം സംഭവിച്ച കൃഷിക്കാർക്ക് പൂർണ്ണമായ നഷ്ടപരിഹാരം അവർക്ക് കിട്ടണം. അതിനുവേണ്ടി ജനങ്ങൾ കൂടുതൽ സംഘടിതമായ സമരത്തിലേക്ക് പോകും. ഇതിന് പരിഹാരം കണ്ടേ പറ്റൂ. എനിക്ക് ചേട്ടൻ്റെയൊക്കെ കൃഷി ലക്ഷങ്ങളുടെ കൃഷി നഷ്ടമായെന്ന് തോന്നില്ലേ? 3 ദിവസം മുമ്പ് 5 ആനയാണ് എൻ്റെ പറമ്പിൽ വന്നിട്ട് ഒരു 3 ലക്ഷം രൂപയുടെ എൻ്റെ പറമ്പ് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ആരും സഹിക്കുകയില്ല. അതുപോലെ തന്നെ റബ്ബർ മരങ്ങൾ ഇത് കുത്തി താഴെ ഇട്ടിട്ട് ഇത് എൻ്റെ പട്ട മൊത്തം പൊളിച്ചു തന്നെയാണ്. അത് കണ്ടാൽ നിങ്ങൾ സഹിക്കത്തില്ല. 6 വർഷം 7 വർഷം പ്രായമാക്കിയ മരങ്ങളാണ് മൊത്തം നശിപ്പിക്കുന്നത്. 7 വർഷത്തിൻ്റെ കാത്തിരിപ്പ് തീർന്നു. അത് മൊത്തം തീർന്നു. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഒരു തരത്തിലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കും. കൃഷി ചെയ്ത് ഇത് ശാശ്വത പരിഹാരം ഉണ്ടാകണം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ അപേക്ഷ കൊടുത്തിട്ട് അവർ പല മുടന്ത ന്യായങ്ങളാണ് പറയുന്നത്. അർഹനല്ല, അതല്ല, ഇതിലാണ്. കൃഷിനാശം ഉണ്ടാകുന്ന അതിന് പരിഹാരത്തിന് പൈസയും കിട്ടുന്നില്ല. ഇത് തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതൊരവസ്ഥയാണ്. ഫെൻസിങ് ഇവർ ഫോറസ്റ്റുകാർ ഇടാൻ തുടങ്ങിയിട്ട് അതിൻ്റെ 3 വർഷത്തോളമായി. ഇപ്പോഴും ഇവിടെ ഒരു കുറേ 2 കിലോമീറ്റർ നീളത്തിൽ കുഴിയെടുത്ത് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി യാതൊരു പരിപാടി നടന്നിട്ടില്ല. കുറേ കാടും വെട്ടിത്തെളിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം കൂടെ ചേരുകയാണ്. അങ്ങയുടെ ഡിവിഷൻ കൂടിയാണ്. വലിയ പ്രശ്നമാണ്. അങ്ങൊരു കർഷകൻ കൂടിയാണ് അല്ലേ? അപ്പോൾ അറിയാമല്ലോ ഇവരുടെ ദുഃഖം എത്രത്തോളമാണെന്ന്. കർഷകൻ്റെ ദുഃഖം തീർച്ചയായിട്ടും അറിയാം. ഈ കുളത്തുമൺ പ്രദേശത്ത് സ്ഥിരമായി ആനയുടെ കൃഷി നശിപ്പിക്കുന്ന ശല്യം ആവർത്തിക്കുകയാണ്. ഏറ്റവും അവസാനം ഇന്നലെയും മിനിഞ്ഞാന്നുമായി വിജയൻ എന്ന് പറയുന്ന കർഷകൻ്റെ പാകമായ ഏത്ത വാഴകളാണ്, 100 കണക്കിന് വാഴകളാണ് നശിപ്പിച്ചത്. കൂട്ടമായി ആന ഇറങ്ങി എല്ലാ കടപുഴകി അത് കുത്തിയെടുത്ത് കളയുന്ന നിലയിലേക്കാണ് ഉണ്ടായത്. ഈ പ്രദേശത്തെ കൃഷിക്കാരെല്ലാം വലിയ തീരാ ദുരിതത്തിലാണ്. ഇതിനാവശ്യമായ തുടർ നടപടി ഉണ്ടാകുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടും ഫോറസ്റ്റ് മന്ത്രി വന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ചില നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞു. ആ നിർദ്ദേശങ്ങൾ ആനയ്ക്ക് ആവശ്യമായ തീറ്റ കൊടുക്കും, ചക്ക കൊടുക്കും എന്നെല്ലാം പറഞ്ഞു. ഇന്നിപ്പോൾ അതിന് 100 ഇരട്ടിയായിട്ട് കൃഷി നശിപ്പിക്കുന്ന സ്ഥിതിയാണ് അതിനുശേഷം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റുകാർ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കൃഷിക്കാരുടെ പേരിൽ ആരോപണങ്ങളും എല്ലാം ഉന്നയിക്കുന്ന നില. ഒരു ഫോറസ്റ്റുകാരൻ ചോദിച്ചത്, നിങ്ങളെന്തിനാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? ഇങ്ങനെയുള്ളപ്പം എന്തിനാണ് നിങ്ങൾ എല്ലാ വർഷവും മുതൽ മുടക്കി കൃഷി ചെയ്യുന്നത് എന്ന് ഫോറസ്റ്റ് അതെ, കൃഷി ചെയ്തതാണ് തെറ്റ്, നിങ്ങളുടെ പേരിലാണ് നടപടിയെടുക്കേണ്ടത് എന്ന നിലയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി, 2 ദിവസക്കാലമായി ഉണ്ടായി. ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേണ്ടപ്പെട്ടവർ, കളക്ടർ ഉൾപ്പെടെ ADM ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരാതിരിക്കുന്നു എന്നുള്ളതും കൃഷിക്കാരെ സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ്. നാട്ടുകാരൊന്നാകെ ഈ നടപടിയിൽ പ്രതിഷേധിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ ഉൾപ്പെടെ മേഖല നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആലോചിച്ച് നോക്കുക. ഓണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഓണ വിപണി ലക്ഷ്യമാക്കി കൂടി നടത്തിയ കൃഷിയാണ് ഇപ്പോൾ എല്ലാം നശിച്ച ഒരവസ്ഥയാണ്. ഇത് കുളത്തമണ്ണിലെ മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തന്നെയാണ് ആവശ്യം. അതിനായി അവർ സംഘടിക്കുകയാണ്. അവരുടെ സമരം അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ക്യാമറമാൻ ബിബിൻ്റെ ഒപ്പം സുജിറ്റി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.